ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അരുണിനെ കാണാൻ വേണ്ടിയിട്ട് ദേവു വീട്ടിലേക്ക് വരികയാണേ. അവിടെ അമ്മയെ കണ്ടതും ഭയങ്കര വർത്താനാണ് കേട്ടോ ദേവു. അയ്യോ അമ്മ ആകെ ക്ഷീണിച്ചു പോയല്ലോ, നേരം വണ്ണം ഭക്ഷണം കഴിക്കുന്നില്ലേ, മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് നമ്മുടെ അരുണാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണേ. അമ്മ പറയുന്നതൊക്കെ ദേവു കള്ളാണ്. അമ്മ നേരത്തിന് ഭക്ഷണം കഴിക്കാട്ട് തന്നെ ഈ ക്ഷീണം. അമ്മ പറയുന്നതേ പെട്ടെന്ന് ഒരു പെണ്ണ് കെട്ടണം എന്നാ എന്നങ്ങ് പറയുമ്പോ ദേവു പറയും അതൊക്കെ സാധിക്കമ്മേ, പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്ന. അങ്ങനെ ദേവുവിന് കുടിക്കാനും കഴിക്കാനും ഉള്ളതൊക്കെ എടുത്തോണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അമ്മ. അങ്ങനെ ദേവുവിന് പോകാൻ സമയമാവുമ്പോൾ നീ എങ്ങനെയാ പോകുന്നതെന്ന് ചോദിക്കാൻ, ഞാനൊരു ഓട്ടോ പിടിച്ച് പോകും എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും അരുൺ പറയും അയ്യോ ദേവുവിനെ ഞങ്ങൾ ഉണ്ടാക്കാന്ന്. അത് വേണ്ട, ഞാൻ പൊക്കോളാന്ന് പറയാട്ടോ ദേവു. അത് കേൾക്കുമ്പോ അമ്മ പറയും എന്താ അവന്റെ കൂടെ പോവാൻ നിനക്ക് പേടിയാണോ? എന്തിനാ പേടിക്കുന്നേ? അവന്റെ പെണ്ണ് തന്നെയല്ലേ നീ, ഒരു പേടിയും പേടിക്കണ്ടെന്നേ, അവൻ കൊണ്ടാക്കി തരും എന്ന് പറയുമ്പോഴേക്കും അരുണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ദേവുവിനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇവര് രണ്ട് സൊറയൊക്കെ പറഞ്ഞു വരുന്ന നേരം നമ്മുടെ രേവതി ഉണ്ടാവും കേട്ടോ റോഡ് വക്കത്തന്നെ. രേവതി ഈ കാഴ്ച കണ്ടു നിൽക്കാണ്. അയ്യോ അത് നമ്മുടെ ദേവു അല്ലേ എന്നും ചോദിച്ച് ഷോക്കായി നിൽക്കുകയാണ്. ദേവുവിനെ കണ്ടു, പക്ഷേ അരുണിനെ കണ്ടതുമില്ല കേട്ടോ. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചിയുടെ വണ്ടിയിൽ ഒരാൾ കയറുന്നുണ്ട്, അവിടെയും സംസാരിക്കുകയാണ്. അങ്ങനെ ഈ ദേവുവിനെ അരുണ് വണ്ടി നിർത്തുന്നിടത്ത് തന്നെയാണ് കേട്ടോ സച്ചിയും അയാളെ ഇറക്കി വിടുന്നത്. ദേവുവിനോട് അരുൺ പറയുന്നുണ്ട് ഇനിയേ നീ ആ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് പോയിക്കോന്ന്. അയ്യടാ എന്നും പറഞ്ഞ് ദേവു അവിടെ നിൽക്കുകയാണേ. അതേസമയം അപ്പുറത്ത് സച്ചി ആ ചെങ്ങായിയോട് പൈസയൊക്കെ വാങ്ങിയിട്ട് വണ്ടി വിടാൻ നിൽക്കുന്ന നേരം നമ്മുടെ ദേവുവിനെ കാണുകയാണ് കേട്ടോ. ആ സമയം തന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ അരുൺ പോകുന്നതും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും സച്ചി ദേവു ദേവു എന്ന് വിളിക്കണേ. ഇതാ ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവു നോക്കുകയാണ്. അയ്യോ സച്ചിയേട്ടൻ കണ്ടോവോ, ഇങ്ങോട്ട് വാ ദേവു എന്ന് പറയുമ്പോൾ എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ദേവു അങ്ങ് പോകുന്നത്. അവിടെ എത്തുമ്പോൾ എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കും. നീ എന്താ ദേവു ഇവിടെ? ഞാനൊരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ, എന്നിട്ട് കണ്ടു കഴിഞ്ഞോ? വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ. എന്നാ വണ്ടിയിലോട്ട് കയറുമെന്ന് പറയുമ്പോൾ വേണ്ട സച്ചിയേട്ടാ, ഞാനൊരു ഓട്ടോ പിടിച്ച് പൊക്കോളാന്ന് പറയും. എന്തിനാ ദേവു ഓട്ടോ പിടിച്ച് അതിന്റെ പൈസ കഴിയുന്നേ? നമ്മുടെ വണ്ടി ഇല്ലേ, ഞാൻ കൊണ്ടുവിടാനേ എന്ന് പറയുമ്പോൾ ദേവു പറയും അത് വേണ്ട, അതിനുള്ള ക്യാഷ് കൂടി ഡോക്ടേഴ്സ് തരുന്ന. എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി അങ്ങ് പോവാണ് കേട്ടോ. എന്റെ ദൈവമേ, സച്ചിയേട്ട ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ നിൽക്കാണ്ട് നമ്മുടെ ദേവു. പിന്നെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ദേവുവിനെ കണ്ടതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ, നേരെ വീട്ടിലേക്ക് വിടുകയാണേ. എന്നിട്ട് നമ്മുടെ ദേവുവിനോട് ചോദിക്കും അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും വളച്ചു കെട്ടില്ലാതെ ഞാൻ നിന്നോട് ചോദിക്കുകയാണേ, നീ ഇന്ന് ആരുടെ ബൈക്കിന്റെ പിറകെയാണ് പോയത്? നിന്നെ ഞാൻ വ്യക്തമായിട്ട് കണ്ടു, പക്ഷെ അയാളെ കണ്ടില്ല. ആരടി അത് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാ ചേച്ചി. ഫ്രണ്ട് അല്ലാതെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞോ അതാരാന്ന് ചോദിക്കുമ്പോൾ അത് അയാൾക്ക് എന്നെ ഇഷ്ടാ ചേച്ചി. അപ്പൊ നിനക്കോ? എനിക്കും അയാളെ ഇഷ്ടാ, ഞങ്ങള് പ്രണയത്തിലാണ്. നീ അയാളെ എവിടെ നിന്ന് പരിചയപ്പെട്ടു? എത്ര കാലമായി തുടങ്ങിയിട്ടെന്ന് ചോദിക്കുമ്പോൾ 4-5 മാസം ആയതേ ഉള്ളൂ. അയാളെ ഒരു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടതാ. നല്ല ആളാ ചേച്ചി. അയാളും അയാളുടെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടില്. അയാളുടെ അമ്മയ്ക്ക് എന്നെ വലിയ ഇഷ്ടാ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി ചോദിക്കും എന്നിട്ട് ഇതൊന്നും നീ എന്നോട് പറഞ്ഞില്ലല്ലോ? എനിക്ക് ചേച്ചിയോട് പറയണമെന്നുണ്ടായിരുന്നു, പേടിച്ചിട്ടാ ചേച്ചി എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ രേവതി അങ്ങ് ചിരി തുടങ്ങും കേട്ടോ. പ്രണയിക്കുന്നത് വലിയ തെറ്റൊന്നല്ലടി, കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ പെണ്ണാ ഇപ്പൊ പ്രണയിച്ച് നടക്കുന്നേ. അതെ, പ്രണയിക്കുന്നത് തെറ്റൊന്നല്ല, പക്ഷെ വഴി തെറ്റി പോവാഞ്ഞാ മതി. നിനക്കറിയാലോ നമ്മുടെ കുടുംബം എന്താന്ന് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവു പറയും അവർക്ക് പെട്ടെന്ന് കല്യാണം വേണമെന്നാ ഞാൻ ധൃതി പിടിച്ച് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടാ ചേച്ചി എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും നമ്മുടെ കുടുംബത്തിന് പറ്റിയ ഒരാളെ തന്നെ ആയിരിക്കും നീ പ്രേമിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ അബദ്ധത്തിലൊന്നും മോളെ പോയി ചാടരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ രേവതി വീട്ടിലോട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യല്ലോ. ബൈ.